RRB NTPC എക്സാമിന്റെ ഡേറ്റ് ഔട്ട് ആയിട്ടുള്ള കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഇനിയൊരു 30 ഡേയ്സ് ആണ് നമുക്ക് ബാക്കിയുള്ളത്. ഈ ഒരു 30 ഡേയ്സിൽ നമുക്ക് എങ്ങനെ നമ്മുടെ പ്രിപ്പറേഷൻ പ്ലാൻ ചെയ്യാം, എന്തായിരിക്കും നമ്മുടെ എക്സാം സ്ട്രാറ്റജി, ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹായ് ഹലോ നമസ്കാരം, ദിസ് ഈസ് മിക്കി മാക്. വെൽക്കം ടു SSC കേരള ഹെൽപ്പേഴ്സ്. നമ്മുടെ എക്സാമിന്റെ ഡേറ്റ് ഔട്ടായതിനു ശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നിട്ടുള്ളത് എക്സാമിന്റെ പ്രിപ്പറേഷനെ കുറിച്ചിട്ട്, അതായത് എക്സാം സ്ട്രാറ്റജിയെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാമോ, എന്തായിരിക്കണം ഈ 30 ഡേയ്സിൽ ചെയ്യേണ്ടത് എന്നതായിരുന്നു കൂടുതലായിട്ട് നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് പ്രകാരമാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. 16 മാർച്ച് 2026 നമ്മുടെ എക്സാമിന്റെ ഫസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 27 മാർച്ച് 2026 നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ എക്സാം ഒരുപക്ഷെ 16-ാം തീയതി ആയിരിക്കാം, അല്ലെങ്കിൽ 27-ാം തീയതി ആയിരിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിലും വരാം, അല്ലെ? അപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് ഇനി ഏകദേശം ഒരു 28-29 ദിവസമായിരിക്കും 16-ാം തീയതി എക്സാം ഉള്ള ഒരാൾക്ക് വരുന്നത്. 27-ാം തീയതി ആണെങ്കിൽ വീണ്ടും അങ്ങോട്ട് നീണ്ടുപോകും. അതിന്റെ ഇടയിലാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഡേയ്സ് കിട്ടും. എന്നാലും നമുക്കൊരു 30 ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പ്രിപ്പറേഷനെ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. 30 ദിവസമാണ് നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട് എടുക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. നമുക്കറിയാം, എക്സാമിന്റെ ഡേറ്റ് മുമ്പ് 10 ദിവസം മുമ്പ്, എക്സാമിന്റെ ഡേറ്റിന്റെ 10 ഡേയ്സ് ബിഫോർ എന്ത് വരും, നമ്മുടെ എക്സാം സിറ്റി ഇന്റിമേഷൻ വരും. 4 ഡേയ്സ് മുമ്പാണ് നമുക്ക് എന്ത് വരാം, ഈ കോൾ ലെറ്റർ വരാം. നമ്മുടെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻസ്, ഒഫീഷ്യൽ ആയിട്ട് വരുന്ന നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ വായിച്ചു നോക്കണം. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആധാർ കാർഡ് കൊണ്ടുവരുന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മളിതിൽ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ വായിച്ചു നോക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ 30 ദിവസം എങ്ങനെ ഇനി സ്പെൻഡ് ചെയ്യണം, 30 ഡേയ്സിൽ എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ഏരിയാസിലാണ് നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത്. നമുക്കറിയാം, NTPC SSC എക്സാമിനെ വെച്ച് നോക്കുമ്പോൾ NTPCയിലേക്ക് വരുമ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്, GK ആണ്, അല്ലെ? SSCയും NTPCയും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് NTPCയിൽ GKക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമുക്ക് 100 മാർക്ക് ഉള്ളതിൽ 40 മാർക്ക് GKക്കാണ് വരുന്നത്. ഇവിടെ ഇംഗ്ലീഷ് ടോപ്പിക് ഇല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ റീസണിങ്ങും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും GK മാത്രമുള്ള ആ GKക്ക് 40 മാർക്ക് കിട്ടും. അപ്പൊ നമ്മളിവിടെ കഴിഞ്ഞ പ്രാവശ്യം 2024 അല്ലെ 2025 NTPC എക്സാം നടന്ന സമയത്ത് എല്ലാ ഷിഫ്റ്റുകളും എടുത്ത് നോക്കിയിട്ട് എല്ലാ ഷിഫ്റ്റിലും ചോദിച്ചിട്ടുള്ള GKയുടെ ക്വസ്റ്റ്യൻസ് നമുക്കറിയാം, നമുക്കത് അവൈലബിൾ ആണ്. ആ GKയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അതിന് നമുക്കൊരു പാറ്റേൺ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ഏരിയാസ് ഉണ്ട്, കുറവ് ചോദിച്ചിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ വിലയിരുത്തിയതിനു ശേഷമാണ് ഇങ്ങനെയൊരു ഏതൊക്കെ ടോപ്പിക്സ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ 2025 NTPC എക്സാം നടന്നപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ഈ ഒരു 5 ടോപ്പിക്സ് ആണ്. ഏതൊക്കെയാണ്? കറണ്ട് അഫയേഴ്സ്, ഹിസ്റ്ററി, പൊളിറ്റി, കമ്പ്യൂട്ടർ, ജോഗ്രഫി. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം കറണ്ട് അഫയേഴ്സ് ആണ്. ഓരോ ഷിഫ്റ്റിലും 7 to 8 ക്വസ്റ്റ്യൻസ് ഒക്കെ കറണ്ട് അഫയർ എന്ന് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഹിസ്റ്ററി, പൊളിറ്റി, കമ്പ്യൂട്ടർ, ജോഗ്രഫി. ഓക്കെ, അപ്പൊ ഇതാണ് കൂടുതൽ. പിന്നെ അടുത്തതിൽ വെയിറ്റേജ് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ കൃത്യമായിട്ട് ഹൈ വെയിറ്റേജ് ഉള്ള ഏരിയ, മീഡിയം വെയിറ്റേജ് ഉള്ള ഏരിയ, ലോ വെയിറ്റേജ് ഉള്ള ഏരിയ, അങ്ങനെ നമ്മൾ ഇതിനെ മാറ്റി നിർത്തി കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഇനിയുള്ള 30 ഡേയ്സ് ആണെങ്കിൽ പോലും നമുക്ക് ഈ എക്സാം CBT 1 ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ഇപ്പൊ പ്രിപ്പയർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ മറ്റേ എക്സാംസിലൊക്കെ ഫോക്കസ് ചെയ്യായിരുന്നു, പക്ഷെ എക്സാമിന്റെ ഡേറ്റ് വന്നപ്പോൾ നിങ്ങൾക്ക് NTPC പ്രിപ്പയർ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്, ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ഈ 30 ഡേയ്സ്, ലാസ്റ്റ് 30 ഡേയ്സ് കൃത്യമായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എക്സാം ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വെയിറ്റേജ്, അതായത് ഹൈ വെയിറ്റേജ് ഏരിയ വരുന്നത് ഏകദേശം 60% ക്വസ്റ്റ്യൻസ് വരുന്നത് ഹൈ വെയിറ്റേജ് ഏരിയസ് നിന്ന്, 30 വരുന്നത് മീഡിയം ആണ്, 10% വരുന്നത് ലോ വെയിറ്റേജ്. അപ്പൊ നമ്മൾ ഇനിയുള്ള സമയം ഹൈ വെയിറ്റേജ് ഏരിയ മാത്രം ഫോക്കസ് ചെയ്ത് പോയാൽ പോലും നമുക്ക് നല്ലൊരു സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ മീഡിയം വെയിറ്റേജ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, സ്കോർ ബൂസ്റ്റർ മാത്രമാണ്. ഇതിനെ നമുക്ക് കൃത്യമായിട്ടൊന്ന് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം, എന്തായാലും പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ഏരിയ ആണ് ഹൈ വെയിറ്റേജ് ഏരിയ എന്ന് പറയുന്നത്.
ഒരിക്കലും ഇതിനെ ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. കറണ്ട് അഫയേഴ്സ്, ഹിസ്റ്ററി, പൊളിറ്റി, കമ്പ്യൂട്ടർ, ജോഗ്രഫി. ഓൾറെഡി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, SSCക്കും മറ്റ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി ഒക്കെ നിങ്ങളുടെ സ്ട്രോങ് ആയിരിക്കണം അല്ലെ. ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി സ്ട്രോങ് ആയിരിക്കും. റിവിഷൻ മാത്രമേ അവിടെ ആവശ്യം വരുള്ളൂ. നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയായിരിക്കണം? കറണ്ട് അഫയേഴ്സും കമ്പ്യൂട്ടർ. ഈ കറണ്ട് അഫയേഴ്സ് ഒരിക്കലും ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഘടകമാണ്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു, വളരെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് കറണ്ട് അഫയേഴ്സ് നിന്നാണ്. അപ്പൊ കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു പോകണം. ഓൾമോസ്റ്റ് ഒരു 1 ഇയർ മുമ്പുള്ള കറണ്ട് അഫയേഴ്സ് തന്നെ. ഇതിപ്പോ മാർച്ചിലാണ് എക്സാം എങ്കിൽ, മാർച്ച് 3-ാം മാസമാണ് എക്സാം വരുന്നെങ്കിൽ 2025 മുഴുവൻ കറണ്ട് അഫയേഴ്സും നിങ്ങൾ പഠിച്ചു പോകണം. ഇനി 30 ദിവസം കൊണ്ട് മുഴുവൻ കറണ്ട് അഫയേഴ്സും പഠിച്ചു തീർക്കാൻ പറ്റുമോ? ഇല്ല. 30 ഡേയ്സിൽ ഇത്രയും കാലം പ്രിപ്പയർ ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ ഈ ഒരു 30 ഡേയ്സിൽ മുഴുവൻ കറണ്ട് അഫയേഴ്സും കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? കറണ്ട് അഫയേഴ്സിന് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കൂടുതൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ കൂടുതൽ വെയിറ്റേജ് ഉള്ള ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയിട്ട് അങ്ങനെ പഠിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 1 ലൈനേഴ്സ് എടുത്ത് പഠിച്ചാലും മതി. NTPC എക്സാമിന് നമ്മുടെ ഇപ്പോൾ CGL ചോദിക്കുന്ന പോലെ A or B is correct, B or C is correct, A and C is correct, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് NTPC എക്സാം ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 ലൈനേഴ്സ് പഠിച്ചാൽ പോലും NTPC കറണ്ട് അഫയേഴ്സ് നമുക്ക് ഈസി ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. നമ്മളൊരു വേറൊരു വീഡിയോ തന്നെ ഇതിന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്, അതിന്റെ സ്പ്ലിറ്റ് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് കൊടുക്കുന്നത് കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടറിന്റെ ഇമ്പോർട്ടൻസ് കൂടി വരാണ്. ഈ CGL-ലാണെങ്കിലും കമ്പ്യൂട്ടർ വളരെയധികം ബുദ്ധിമുട്ടായിട്ടാണ്. Tier 2 എക്സാംസിനൊക്കെ വളരെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. NTPCക്ക് അത്രയ്ക്കും ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല. എന്നാൽ പോലും നമ്മൾ എക്സലിന്റെയും അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ചോദ്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ, RBIയുടെ ചാനലൊക്കെ ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. അതിൽ PDF ഒക്കെ അവൈലബിൾ ആണ്. കൃത്യമായിട്ട് സ്ഥിരം ചോദിക്കുന്ന NTPC കമ്പ്യൂട്ടർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് തപ്പാണെങ്കിൽ അത് തന്നെ പഠിച്ചാൽ പോലും നമുക്ക് ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ജോഗ്രഫിയും പൊളിറ്റിയും ഹിസ്റ്ററിയും ഒക്കെ നിങ്ങൾ സാധാരണ എങ്ങനെയാണ് പഠിക്കുന്നത് അതുപോലെ തന്നെ പഠിച്ചു പോയാലും നമുക്ക് ഏകദേശം നമ്മുടെ ഒരു എക്സാമിനൊരു 8 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അല്ലെ, നമ്മുടെ ഒരു എക്സാമിന് ഒരു 40 ക്വസ്റ്റ്യൻ ആണ് GK ചോദിക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 25 എബോ നമുക്ക് ഈ ഒരു ടോപ്പിക്സിൽ നിന്ന് തന്നെ, ഈ പറയുന്ന ടോപ്പിക്സിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത മീഡിയം വെയിറ്റേജ് ആണ്. എക്കണോമിക്സ്, ഗവൺമെന്റ് സ്കീംസ്, സ്പോർട്സ്, ബയോളജി, കെമിസ്ട്രി, അവാർഡ് ആൻഡ് ഓണർ, സ്റ്റാറ്റിക് GK ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് നമ്മുടെ മീഡിയം വെയിറ്റേജിൽ വരുന്നത്. അപ്പൊ ഇവര് സ്കോർ ബൂസ്റ്റേഴ്സ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കിപ്പോ ഒരു 25 ക്വസ്റ്റ്യൻസ് അവിടെ കിട്ടിയിട്ടുണ്ട്. 45-ൽ 25 ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പ്ലസ് ഒരു 10 എന്ന് കൂടിയും വരാൻ 35-ലേക്ക് എത്താനായിട്ട് സഹായിക്കുന്ന ആൾക്കാരാണ് ആര്? നമ്മുടെ മീഡിയം വെയിറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇവര് ഇമ്പോർട്ടന്റ് ആണ് അല്ലേ. നമുക്ക് എത്ര സ്കോർ വേണം, നമ്മുടെ ടാർഗറ്റ് എന്താണ് എന്നതനുസരിച്ചിട്ടാണ് ഇവരെയൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് എക്കണോമിക്സ് ആണെങ്കിലും, എക്കണോമിക്സ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെ കൂടുതൽ എന്താണ് ഗവൺമെന്റ് സ്കീംസിന്, അതുപോലെ സ്പോർട്സ് ആണെങ്കിൽ സ്പോർട്സിന്റെ കൂടുതലായിട്ട് ഡീറ്റെയിൽസ്, കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള സ്പോർട്സ് ചോദിക്കാറുണ്ട്. ഓക്കെ, ബയോളജി, കെമിസ്ട്രി ആണ് ഇവിടെ മീഡിയത്തിൽ വന്നിട്ടുള്ളത്. മുമ്പ് NTPC എക്സാം നടക്കുന്ന സമയത്ത് സയൻസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലമായിട്ട് 2-3 ഇയേഴ്സ് ആയിട്ട് സയൻസ് അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറില്ല. 40 ക്വസ്റ്റ്യൻസിൽ 2 or 3 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് സയൻസിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ മുമ്പത്തെ പാറ്റേൺ അനുസരിച്ചിട്ടാണെങ്കിൽ സയൻസിന്റെ ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും. എന്നാലും എന്താണ്, ഞാൻ ഈ പറഞ്ഞ പോലെ 25 35-ലേക്ക് ആക്കണമെങ്കിൽ സയൻസ് എന്തായാലും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ലോ വെയിറ്റേജിലേക്ക് വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് നോക്കുക. സയൻസ് ആൻഡ് ടെക്നോളജി, മ്യൂസിക് ആൻഡ് ഡാൻസ്, ഫിസിക്സ്, ബുക്സ് ആൻഡ് ഓതർ, ആർട്ട് ആൻഡ് കൾച്ചർ, ഫേമസ് പേഴ്സണാലിറ്റീസ്, കൂടുതലും സ്റ്റാറ്റിക് GKയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക്സ് ഒക്കെ തന്നെയാണ് ലോ വെയിറ്റേജിൽ വരുന്നത്. നമ്മുടെ ഈ 35 എത്തിയിട്ടുണ്ട്. 35-നെ 40 ആക്കാനായിട്ടാണ് എന്ത് ഈ ലോ വെയിറ്റേജ് നമ്മളെ ഹെൽപ്പ് ചെയ്യാം. നമ്മൾ പഠിക്കുന്ന അനുസരിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. നമ്മൾ ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഇങ്ങനെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതും നിങ്ങൾ നോട്ട് ചെയ്തും. പഠിക്കാതിരിക്കേണ്ട ടോപ്പിക്സ് ഒന്നല്ല, പഠിക്കണം. പക്ഷെ എന്താണ്, നിങ്ങൾക്ക് സമയമില്ല, നിങ്ങൾ ഇത്രയും പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഏരിയാസ് ആണെന്ത് നമ്മൾ ഈ പറയുന്ന ഏരിയ. പഠിച്ചിട്ടില്ല എങ്കിൽ, ഇനി പഠിച്ചാൽ എത്തില്ല എന്ന് തോന്നുകയാണെങ്കിൽ
ഒന്നെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിന്റെ വൺ ലൈനേഴ്സ് മാത്രം എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ചു പോയാലും എന്താണ് സ്കോർ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ 3 പാർട്ടായിട്ട് തിരിക്കുക. നിങ്ങൾ 30 ദിവസത്തിൽ നിങ്ങൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര ദിവസം കൊണ്ട് എത്ര ടോപ്പിക്സ് പഠിച്ചു കഴിയാൻ പറ്റും നോക്കുക. കൃത്യമായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടേബിള് നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യാം. അപ്പൊ CBTയുടെ എക്സാം നമുക്കറിയാം, മാത്സിന് 30 ക്വസ്റ്റ്യൻസ് ആണ്, റീസണിങ്ങിന് 30 ക്വസ്റ്റ്യൻസ് ആണ്, GK GSനാണ് 40 ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്? 100 ക്വസ്റ്റ്യൻ 100 മാർക്കിലാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എത്ര മാർക്ക് ആയിരിക്കണം, എത്രയായിരിക്കും കട്ട് ഓഫ്? നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുമ്പോൾ ഈ പ്രാവശ്യം വേക്കൻസീസ് വളരെ കുറവാണ് അല്ലെ? കഴിഞ്ഞ പ്രാവശ്യത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ പ്രാവശ്യത്തെ വേക്കൻസീസ് കുറവാണ്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കൂടുതലാവാനായിട്ടുള്ള സാധ്യതയാണ്. അപ്പോൾ 85+ എന്ന് പറയുന്ന സ്കോർ ആയിരിക്കണം നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അതിന് താഴെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഏത് സോൺ കിട്ടണമെങ്കിലും 85 എബോവ് എന്ന് പറയുന്ന സ്കോർ ആയിരിക്കണം ടാർഗറ്റ്. കാരണം നമുക്കറിയാം, ഓൾമോസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം നടന്ന എക്സാം ഒക്കെ ആണെങ്കിലും ഒരുപാട് പേര്, ഇപ്പൊ SSC പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും NTPCക്ക് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും 90+ സ്കോർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് മിനിമം എന്തായിരിക്കണം? 85+ എന്നുള്ളത് തന്നെയായിരിക്കണം നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഈ വേക്കൻസീസ് കുറവായതുകൊണ്ട്, കോമ്പറ്റീഷൻ ഹയർ ആയതുകൊണ്ട് തന്നെ എന്താണ്, കട്ട് ഓഫ് കൂടാനായിട്ടുള്ള സാധ്യതയാണ് നമുക്ക് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ സീരിയസ് ആയിട്ടുള്ള ആസ്പിരൻസ് ഒരുപാട് പേരുണ്ട്. എല്ലാ കൊല്ലവും നടക്കുന്നുണ്ട്. NTPC എല്ലാ വർഷവും നടക്കുന്നുണ്ട്. NTPC മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ആൾക്കാരും ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് 85+ എന്നുള്ളതായിരിക്കണം നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അതിന് താഴേക്ക് നമ്മളൊന്നും നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പം 85+ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മാത്സും റീസണിങ്ങും 60 മാർക്ക് ടോട്ടൽ. ഇത് രണ്ടിലും നമുക്ക് എന്തുണ്ടായിരിക്കണം? 60 മാർക്ക് തന്നെ ഉണ്ടായിരിക്കണം. ഓക്കെ, 60 മാർക്ക്, അല്ലെങ്കിൽ 55 മാർക്കെങ്കിലും മിനിമം മാത്സും റീസണിങ്ങിൽ ഉണ്ടായിരിക്കണം. ഈ SSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഓൾമോസ്റ്റ് എന്താണ്, മാത്സും റീസണിങ് ഒക്കെ സെറ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അവരെന്താണ്, ഞാൻ പറയുന്നത് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് റിപ്പീറ്റേഴ്സ് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചിട്ടാണ്. അവർക്ക് മാത്സും റീസണിങ് ഒക്കെ, പ്രത്യേകിച്ച് നമ്മുടെ NTPCയുടെ മാത്സ് ഒക്കെ ആകുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ CGL ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് റീസണിങ് ആണെങ്കിലും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് 60 മാർക്കും കിട്ടാറുണ്ട്. 60 മാർക്ക് കിട്ടിയ ഒരുപാട് സ്റ്റുഡൻസും നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ 60 മാർക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം. 55 മാർക്കിന് താഴെ നമുക്ക് എന്തില്ല, ലൈഫില്ല. 55 മാർക്കിന് താഴെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്താണ്, 60 മാർക്ക് അല്ലെങ്കിൽ 55 ആയിരുന്നു നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. GK GSൽ നമുക്കൊരു 30 ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ എന്താണ്, 85 to 95 എന്ന് പറയുന്ന നമ്മുടെ സ്കോറിലേക്ക് എത്തും. ഇപ്പൊ മാത്സ് ആണെങ്കിലും ഫോക്കസ് ചെയ്യുക കൂടുതൽ അരിതമെറ്റിക് എന്ന് പറയുന്ന ടോപ്പിക്സിലാണ് കൂടുതൽ നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത്. അഡ്വാൻസ് CGL പോലെ SSCയുടെ എക്സാംസിൽ ചോദിക്കുന്ന ആ ഒരു ലെവൽ ഓഫ് അഡ്വാൻസിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറില്ല. അരിതമെറ്റിക്കിൽ തന്നെ ഫോക്കസ് ചെയ്യുക. അഡ്വാൻസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ്, ബേസിക് ക്വസ്റ്റ്യൻസ് തന്നെ, ഫോർമുലാസും കാര്യങ്ങളൊക്കെ നോക്കി പോയാൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ സാധാരണ മാത്സിൽ NTPC ചോദിക്കാറുള്ളത്. ഇപ്പൊ റീസണിങ് ആണെങ്കിലും നമ്മൾ കൃത്യമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് എടുക്കുക. ഇനിയുള്ള 30 ഡേയ്സ് മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് എടുക്കുക. നമ്മുടെ സ്കോർ അനലൈസ് ചെയ്യുക. എങ്ങനെയാണ് നമ്മുടെ സ്കോർ വരുന്നത് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അപ്പൊ നമ്മുടെ SSC കേരള ഹെൽപ്പേഴ്സിന്റെ ഗ്രൂപ്പിൽ നമ്മളൊരു NTPCക്ക് വേണ്ടി ഫോക്കസ് ചെയ്തിട്ട് നമ്മളൊരു പ്രോഗ്രാം ഓൺ ചെയ്യാൻ പോവാണ്. അതായത് ലൈവ് മോക്ക് ടെസ്റ്റുകൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് സൈറ്റുകളിലൊക്കെ നമുക്കിപ്പോൾ ലൈവ് മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. ഇപ്പൊ ലൈവ് മോക്ക് ടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, നമുക്ക് അറ്റ് ദാറ്റ് മൊമെന്റ് ഈ മോക്ക് ടെസ്റ്റ് എടുക്കുന്ന ആൾക്കാരിൽ നിന്ന് നമ്മുടെ കോമ്പറ്റീഷൻ എത്രയുണ്ട്, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, കൃത്യമായിട്ട് നമുക്ക് ഇനി എത്രത്തോളം ഇമ്പ്രൂവ് ആക്കാനുണ്ട്. ഓക്കെ, അപ്പൊ അതൊരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്യുമ്പോൾ നമ്മുടെ ഇടയിലുള്ള ആളുകൾ, കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലെ ആൾക്കാരൊക്കെ ഒരുമിച്ച് എക്സാം എഴുതുന്ന സമയത്ത് നമ്മുടെ ഇടയിലുള്ള ആൾക്കാരുടെ ഇടയിൽ നമ്മുടെ സ്കോർ എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് വിലയിരുത്താനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ലൈവ് മോക്ക് ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ആ ഗ്രൂപ്പിൽ കൂടുതലായിട്ടും ലൈവ് മോക്ക് ടെസ്റ്റുകളുടെ ലിങ്ക് നിങ്ങൾക്ക് തരും. നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാനായിട്ട് തരും. അപ്പൊ നിങ്ങൾ തരുന്ന ഗൂഗിൾ ഫോം അനുസരിച്ചിട്ട് നമ്മൾ അത് സ്കോർസ് വാല്യുവേറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഒരു റാങ്ക് ലിസ്റ്റ് കൃത്യമായിട്ട് തരും. ഈ റാങ്ക് ലിസ്റ്റ് എന്നൊക്കെ പറയുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങളുടെ പ്രിപ്പറേഷനെ നമുക്കൊന്ന് ബൂസ്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക്
ഫോളോ ചെയ്യാനായിട്ടൊരു കുറച്ച് ആൾക്കാരും കമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടൊരു ബൂസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നമ്മുടെ മെയിൻ ഗ്രൂപ്പ് SSC കേരള ഹെൽപ്പേഴ്സിന്റെ മെയിൻ ഗ്രൂപ്പിൽ നമ്മൾ ആ ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ നടന്നിട്ടുള്ള മോക്ക് ടെസ്റ്റുകളുടെ അനാലിസിസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ വന്നിട്ട് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ NTPCയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡൗട്ട്സ്, എക്സാംസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡൗട്ട് ആണെങ്കിലും സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡൗട്ടൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് അവിടെ സോൾവ് ചെയ്യാനായിട്ടുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ CBT1 ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ആ ഗ്രൂപ്പ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ CBT2 വേണ്ടിയിട്ടുള്ള ആൾക്കാരും നമുക്ക് അതിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ടൈം പാസ് ആയിട്ടോ അങ്ങനെ റാൻഡം ഡിസ്കഷൻ ആയിട്ടോ ഒന്നുമല്ല, സീരിയസ് ആയിട്ടുള്ള ആസ്പിരൻസിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഗ്രൂപ്പാണ്. ഫോക്കസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഉദ്ദേശിക്കുന്നുള്ള ഒരു ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ SSC കേരള ഹെൽപ്പേഴ്സിന്റെ ചാനലിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ SSC കേരള ഹെൽപ്പേഴ്സിന്റെ ചാനലിന്റെ ലിങ്ക് നമ്മൾ തൊട്ട് താഴെ കമന്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാം കോമ്പറ്റീഷൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എങ്ങനെ ആൾക്കാർ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ലെവൽ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് നമുക്ക് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാനായിട്ടുള്ള ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത്. പിന്നെ ഇതിനെക്കുറിച്ച് അറിയാനായിട്ടും കൂടുതൽ ഗൈഡ് ചെയ്യാനായിട്ടുള്ള ആൾക്കാരൊക്കെ നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. NTPCയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ, ഏതെങ്കിലും പെർട്ടിക്കുലർ ടോപ്പിക്സിന്റെ വീഡിയോസോ ക്ലാസ്സസോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തൊട്ട് താഴെ കമന്റ് ബോക്സിൽ പറയേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങളിൽ വേസ്റ്റ് ചെയ്യാതെ കൃത്യമായിട്ട് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും പഠിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. താങ്ക്